ഹലോ ഗെയ്സ്, ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ്. ഇന്ന് സൺഡേ അല്ലേ, സൺഡേ ആകുമ്പോൾ ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് കരുതി. അതായത് ഞാനും കുഞ്ഞുങ്ങളും ഉമ്മായും ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഞാൻ ദാ ഇവിടെ ഉണ്ടേ. എവിടെയാണെന്ന് അറിയാമോ? എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം പാർക്കും ബീച്ചും ഒക്കെയാണല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെയാണ്. ആക്കുളം ടൂറിസം വില്ലേജിലാണ് പോകുന്നത്. അവിടെ നല്ല പാർക്കാണ്, കുഞ്ഞുങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ആക്കുളം ടൂറിസം വില്ലേജ്. ബാക്കിൽ ഉമ്മ ഉണ്ട്, സനക്കുട്ടിയുണ്ട്, ഇന്നുകുട്ട ഫ്രണ്ടിലങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആക്കുളം വില്ലേജ് പോകാമെന്ന് കരുതി. അവിടെ പാർക്കുണ്ട്, കുഞ്ഞുങ്ങൾക്ക് നല്ല ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സൺഡേ അല്ലേ, ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഒരു ചില്ലായി വരാമെന്ന് കരുതി. ഇന്നുകുട്ടൻ ദാ നിൽക്കുന്നു. അവിടെ നേരെ ഞങ്ങൾ പാർക്കിങ്ങിലോട്ട് പോയപ്പോൾ അവിടെ ആ ആക്കുളം കായലിൻ്റെ ഒരു വശത്താണ് പാർക്കിങ്. നല്ല രസമാണ് ആ കായൽ കണ്ട് നിൽക്കാനേ. ഒരു നല്ല കാറ്റും നല്ല ഈ ഭാഗത്ത് എന്തോ നല്ല വൃത്തിയായിട്ട് എനിക്ക് തോന്നി. കായൽ കുറച്ച് പുല്ല് മാത്രമേ ഉള്ളൂ, അല്ല വലിയ വേസ്റ്റ് ഒന്നുമില്ല. പക്ഷേ കുറച്ച് ഒരു ഭാഗത്തൊരു വേസ്റ്റ് ഇട്ടിക്കുന്നത് ഞാൻ കണ്ട്. ഇങ്ങോട്ട് ഞങ്ങൾ കാണിച്ചു തരാമേ, നോക്കാൻ മനസ്സിലാകും. കണ്ട ഒരു ഭാഗത്ത് ആരോ കുറച്ച് വേസ്റ്റ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മൾ എന്ത് മനോഹരമായ സ്ഥലങ്ങളാണ് ഈ പുഴകളും കായലും നദികളൊക്കെ. അവിടെ എന്തിനാണ് ആ വേസ്റ്റ് ഇട്ട് തന്നെ നശിപ്പിക്കുന്നത്? നമുക്ക് തന്നെയാണ് അത് ദോഷമായിട്ട് ഭവിക്കുന്നത്. ഈ മലയാളക്കാരെ എല്ലാവരും കരഞ്ഞ ഒരു സംഭവം ഈ അടുത്ത കാലത്ത് ഉണ്ടായതേ ഉള്ളൂ, എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മാക്സിമം അവരവരെ വേസ്റ്റ് അവരവരെ വീട്ടിൽ തന്നെ അത് നശിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കുകയോ അല്ലെങ്കിൽ അത് ഹരിത കർമ്മസേന വരുമ്പോൾ അവർക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യട്ടെ. എൻ്റെ റിക്വസ്റ്റാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും അങ്ങനെ ചെയ്യുക. ഇതൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണല്ലേ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എൻട്രൻസിലോട്ട് പോയപ്പോൾ കുറേ ചെടികളാണ്. ആ ചെടികൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചെടികളാണ്. നിങ്ങൾക്കൊക്കെ ചെടികൾ ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ഒന്നും നടാറൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. അവിടെ എല്ലാം വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ റേറ്റ് കണ്ടപ്പം ഞാൻ എൻ്റെ നാട്ടിൻ്റെ ഇത് വെച്ച് പറയുകയാണ്. ഞാൻ പോയിട്ടുള്ള കടകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചിരി റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഇതിന് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണെന്ന് അറിയത്തില്ല. ഇനി നിങ്ങളവിടെയൊക്കെ ഒന്ന് എന്തെങ്കിലും കുറച്ച് കിട്ടുമോയെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളങ്ങോട്ടൊക്കെ കുറച്ചും കൂടെ കുറഞ്ഞ റേറ്റിൽ ഈ ചെടികൾ കിട്ടും. റോസയൊക്കെ ഉണ്ട്. റോസ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. റോസ കേട്ടോ, അവിടെ വൈറ്റ് അതൊക്കെ എല്ലാം പൂത്ത് നിൽക്കുകയാണ്. വെള്ള, പിങ്ക്, ചുവപ്പൊക്കെ ഉണ്ട്. എല്ലാം പൂക്കളോട് കൂടിയുള്ള റോസയാണ്. ഒരു പൂവൊന്നുമല്ല, ഒരു 3-4 പൂവനും ഉണ്ട്. 2-3 പൂ ഒരു തന്നെ ഉണ്ട്. ഞാൻ ഇതൊക്കെ കണ്ടു നിന്നപ്പോൾ അവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി അവർ പാർക്കിൽ സ്ലൈഡറിൽ കയറി തുടങ്ങി കേട്ടോ. സനക്കുട്ടി ഞാൻ ചെന്നപ്പോൾ ഒന്നിന്ന് ഇങ്ങനെ സ്ലൈഡറിൽ നിരങ്ങി വരികയായിരുന്നു. അടുത്ത് ഇന്നുകുട്ടൻ കയറണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് മുതിർന്ന കുട്ടികളുടെ സ്ലൈഡറാണ് കേട്ടോ. നമ്മൾ അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഇറക്കുകയാണ് ചെയ്തത്. ഇത് സനാക്കൊക്കെ പറ്റിയ ഒരു സ്ലൈഡറാണ്. അവർക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു സ്ലൈഡറാണ്. ഇതുവഴി സ്റ്റെപ്പ് വഴി പിടിച്ച് കയറി ആ സ്ലൈഡർ തന്നെ ഇങ്ങനെ നിരക്കി ഇറക്കാം. വലിയ അപകടം ഉണ്ടാവുന്നില്ല. പക്ഷേ അത് കുഞ്ഞുങ്ങൾക്ക് പറ്റിയതല്ല, കുറച്ചും കൂടെ വലിയ കുട്ടിയൊക്കെയാണ്. പിന്നെ കൂടെ വന്നവർക്കൊക്കെ ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. അതാ നമുക്ക് അമ്മാമ്മമാരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മായി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ വന്ന് വെറുതെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ ഇങ്ങനെ ഇത് വവ്വാലുണ്ട്, അത് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞത് വവ്വാൽ മുകളിലുണ്ട്, നിങ്ങൾക്ക് കാണാമോ ഗെയ്സ്? അതിൻ്റെ മുകളിൽ വവ്വാലുണ്ട് കേട്ടോ. ബദാം മരമൊക്കെ ഉണ്ട്. നിപ്പ വൈറസൊക്കെ ഇല്ല, അതാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഒരുപാട് കുട്ടികളുണ്ട്, ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. പിന്നെ ഊഞ്ഞാലുണ്ട്, അങ്ങനെയൊക്കെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ മുതിർന്നവർക്ക് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ, 30 രൂപ. കുട്ടികൾക്കൊന്നും ടിക്കറ്റ് ഇല്ല. കുറേ പണ്ട് നമ്മൾ മരത്തിലൊക്കെ വലിഞ്ഞ് കയറത്തില്ല, അത് തന്നെയാണ് അവിടെ ഇന്നും കയറി തുടങ്ങി. ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. അതായത് ഇവിടെ കുഞ്ഞുങ്ങൾ വന്ന് അവർക്ക് വെറുതെ ഇരിക്കാനുള്ള സമയമില്ല. ഒരു ആക്ടിവിറ്റി കഴിയുമ്പോൾ അടുത്ത ആക്ടിവിറ്റി, അങ്ങനെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്കത് ഇഷ്ടമാവും. അത് എൻജോയ് ചെയ്യാനുള്ള ഒരു അത്യാവശ്യം ഒരു 2-3 മണിക്കൂർ കുട്ടികൾ നിൽക്കുന്ന സ്ഥലമുണ്ട്. 2-3 മണിക്കൂറല്ലേ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യുന്ന കുട്ടികളുണ്ട്. അത് കഴിഞ്ഞ് ആ സ്ലൈഡറിൻ്റെ ഇതിന് മുകളിൽ കൂടെ നടന്നിട്ട്, സ്ലൈഡറിൻ്റെ ആ ക്ലൈമ്പിങ് ഒരു ഇതാണ് വെച്ചിരിക്കുന്നത്. അതിൽ കൂടെ കയറി ഇവിടെ വന്നിട്ട് ഒരു ടണലാണ്. ടണലെന്ന് പറയാൻ പറ്റില്ല, സ്ലൈഡറാണ്. പക്ഷേ നിരപ്പായ സ്ലൈഡറല്ല, നമ്മൾക്കിങ്ങനെ ചരിഞ്ഞ് കറങ്ങി വരുന്ന ഒരു ടണൽ പോലത്തെ ഒരു ഇതിലാണ് ഇന്നിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇന്നുവിന് ആദ്യം ഇച്ചിരി ഒരു ഇതുണ്ടാന്ന് തോന്നുന്നു, പേടി പോലെ. പിന്നെ അങ്ങ് മാറി, കുഴപ്പമൊന്നുമില്ല. ഈ സ്ലൈഡർ തന്നെ ഒരു 3-4 അതിൽ കൂടുതൽ വ്യത്യസ്തമായ സ്ലൈഡർ ഉണ്ട്. ഈ സ്റ്റെപ്സ് കയറുന്നത് നമ്മൾ കണ്ടത് അങ്ങനത്തെയാണ്. ഇപ്പം അടുത്ത വേറൊരു സെക്ഷൻ, ഇപ്പുറത്തെ സെക്ഷനായിട്ടുണ്ട്. അതിലുള്ള ഇത് കാണിച്ചില്ല, അത് വേറൊരിതാണ്. നമുക്കിങ്ങനെ ഒരുപോലെ തോന്നുന്നെങ്കിലും ഒരുപോലത്തെ അല്ല, എല്ലാം വ്യത്യസ്തമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളെയും കൊണ്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഞാൻ പറയും ഈ ആക്കുളം ടൂറിസം വില്ലേജ് കേട്ടോ.
അവർ കുറേ നമ്മൾ സൺഡേ അല്ലേ, സൺഡേ ഒക്കെ ആകുമ്പോൾ ഒന്ന് പുറത്തിറങ്ങാൻ കിട്ടണം. ആ സമയത്തൊക്കെ ഇവിടെയൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത്. ഇവിടെ ബീച്ചിലൊക്കെ കൊണ്ടുവന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുവന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ കുട്ടികൾ നല്ല റിലാക്സ് ആവും, അവരൊന്ന് ക്ഷീണിക്കും, എല്ലാത്തിലും കയറി കളിച്ചൊന്ന് ക്ഷീണിക്കും. അവർക്കും ഇഷ്ടമാണ് ഇതൊക്കെ. ഒരുപാട് കുട്ടികളുണ്ട്, അവരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറയാം, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. കണ്ടാ, ഇത് വേറൊരു സ്ലൈഡറാണ്, ഞാൻ പറഞ്ഞില്ല ഇതിൽ കയറി വരുന്നുണ്ട്. ഇത് വേറൊരിതാണ്. പിന്നെ കുറേ അക്ഷരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുൾ അക്ഷരങ്ങളായിട്ട് ABCD 1 2 3. പിന്നെ മൃഗങ്ങളുടെ ആനിമൽസിൻ്റെ ഫോട്ടോസ്, ജിറാഫ്, നല്ല ക്യൂട്ട് ജിറാഫൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ടണൽ, ഇതും നമുക്ക് സ്റ്റെപ്പ് കയറി ഈ ടണലിൽ കൂടെ വന്ന് വേറൊരു സ്ലൈഡർ അങ്ങനെയുണ്ട്. പിന്നെ കുറേ മുത്തുകൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൗണ്ട് ചെയ്യിപ്പിക്കാൻ. അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കുക, കളർ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല രസമാണ്. കുറേ സമയം നമ്മൾ നിന്ന് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ആക്കുളം ടൂറിസം വില്ലേജ്. ഞങ്ങളിത് 1-2 തവണയായി പോകാന്നിട്ട്, ഇപ്പം 3ാമത്തെ തവണയാണ് വരുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല, ആ ടണൽ സ്റ്റെപ്പ് കയറി ഈ ടണലിൽ കൂടെ പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾ കുറച്ചുകൂടെ ഉയരത്തിലുള്ള ആക്ടിവിറ്റീസും കൂടെ ഉണ്ട് അവിടെ. അത് അങ്ങനെ ഞാൻ പറയില്ല, എല്ലാ പ്രായക്കാർക്കും ഉള്ള ഒരു രീതിയിൽ തന്നെയാണ് അവർ ആ പാർക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രായക്കാരുള്ള കുട്ടികൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊന്നും നമുക്ക് മുതിർന്നവർക്ക് കയറാൻ പറ്റത്തില്ലേ. ഇതൊക്കെ ഊഞ്ഞാലൊക്കെ കാണുമ്പോൾ എനിക്ക് ഒന്ന് കയറിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും കയറാൻ പറ്റത്തില്ല, കാരണം പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ട് കിഡ്സ് ഒള്ളി എന്ന്. അങ്ങനെ നമ്മൾ കയറി ഒരു വഴക്ക് പറയും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മുതിർന്ന കുട്ടികളാണെങ്കിൽ നമുക്കുള്ള പാർക്കിലോട്ട് വിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു എക്സസൈസായിട്ട് നടക്കാനുള്ള സ്പേസ് ഉണ്ട്, കുറച്ച് സ്പേസ് ഉണ്ട്. മുതിർന്ന കുട്ടികളുള്ളവർക്കേ പറ്റത്തുള്ളൂ, കുഞ്ഞു മക്കളുള്ളവർക്ക് അറിയാമല്ലോ, നമുക്ക് ഒരു 5 മിനിറ്റ് പോലും ഇട്ടിട്ട് നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവരെ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അപകടം ഉണ്ടാകും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്നു വരുമ്പം ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് കുറച്ച് നടന്ന് വരുമ്പം മുകളിലായിട്ട് ആക്ടിവിറ്റി സോണുണ്ട്. അതെല്ലാം പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. അതിനൊക്കെ പ്രത്യേകം പൈസ കൊടുത്ത് തന്നെയാണ്, പേയ്മെൻറ്റ് ചെയ്ത് തന്നെയാണ് അതിൽ കയറേണ്ടത്. പക്ഷേ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ മുകളിലോട്ട് പോകാം. ഇത് വഴിയാണ് മുകളിലോട്ട് പോകുന്നത്. കുറച്ച് സ്റ്റെപ്സ് അങ്ങ് കയറാറുണ്ട്, ഒരുപാട് ഉണ്ട്. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്, സ്റ്റെപ്പ് കയറാറുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. ആക്കുളം ടൂറിസം വില്ലേജ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, അവിടെ ജ്യൂസും ചായ അങ്ങനെയൊക്കെയുള്ള സ്നാക്സ് അങ്ങനെയൊക്കെ കിട്ടും, നല്ലതാണ്. പിന്നെ ഇവിടെയൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്, ഇവിടെയൊക്കെ കുഞ്ഞു മക്കളുമായിട്ടൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ വേറൊരു ഇതാണ് ട്രെയിൻ, കാരണം ട്രെയിൻ പോകുന്നുണ്ട്, അവിടെയുള്ള ഒരു സംവിധാനമാണ്. അത് നമ്മൾ വേളയിലൊക്കെ ഉണ്ടത് ഇങ്ങനെ ട്രെയിൻ ഒക്കെ കയറിയിട്ടുണ്ട്. ഇതും പേയ്മെൻ്റ് ഉണ്ട്, പ്രത്യേക പേയ്മെൻറ്റ് കൊടുത്ത് തന്നെയാണ് ഇത് കയറേണ്ടത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ട്രെയിനിൽ കയറി വില്ലേജ് ഫുള്ളൊന്ന് കറങ്ങാം. അതും നല്ല രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ കയറുന്നുണ്ട്, 2 പേർക്ക് ഒരേ സമയത്ത് കയറാനുള്ള സംവിധാനമുള്ള സ്ലൈഡേഴ്സ് ഉണ്ട്. സ്റ്റെപ്സ് തന്നെ വ്യത്യസ്തമായ സ്റ്റെപ്പുകളാണ്, നിരപ്പായ സ്റ്റെപ്പ്, കർവ് സ്റ്റെപ്പ്, അങ്ങനെ ഒരുപാട് തരം ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് സമയം നിന്ന് ചെയ്യാൻ പറ്റിയതാണ്. ഇന്നുകൂട്ടം അതിൽ കയറിയിട്ട് ഇന്നുകൂട്ടം ആദ്യം ഒന്നിങ്ങനെ നിൽക്കും, അതിന് ശേഷമാണ് പിന്നെ കുഴപ്പമില്ല, പിന്നെ സ്മൂത്തായിട്ട് വന്നോളും. പിന്നെ ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞാൽ പിന്നെ വിഷയമേ ഇല്ല. നിന്നൊന്നും ശരിക്കും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. രാത്രി 2-3 മണിക്കൂറായി, നമ്മൾ 3-3:30 വന്നതാണ്. അപ്പോൾ രാത്രി ട്രെയിനാകുമ്പോൾ അത് ലൈറ്റൊക്കെ ഇട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുന്നതാണ്. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.